മിൽക്ക് മെയ്ഡ് കുടിക്കാൻ പോവാണ്. ഒരു ഡബ്ബ നമ്മളെ റെക്കോർഡ് എത്ര ശരിക്ക്? 5 ഡബ്ബ നാട്ടിൽ നിന്ന് കുടിച്ചിക്കണ്. ഇതെടുക്കാൻ കുടിക്കലുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കൊല്ലത്തെ ആദ്യത്തെ അവസാനത്ത്. ഓ അങ്ങനെ വായിക്കുന്നു വിളിച്ചാട്ടെ. ഓ മിൽക്ക് മെയ്ഡ് ഉണ്ട്. ഇന്ന് കാക്കാക്ക് ഷുഗർ പൊട്ടിക്കണ ദിവസമാണ്. ഹി വിൽ ബ്രേക്ക് ദ റൂൾ. ഒരു ലേഡി 36 വണ്ടി തുറക്കാൻ വയ്യ. അപ്പോൾ മുബൂജിന്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു. സഹായിച്ചു വരുന്നു മുബൂജി. കനിഞ്ഞു സഹായിക്കുന്ന നന്മയുള്ള ഹൃദയമുള്ള ജനുവരി 14 ഞങ്ങളുടെ അബുദാബി അല്ല ദുബായ് ജീവിതത്തിലെ അവസാന ദിവസം. ഗുഡ് മോർണിംഗ് ഗൈസ്. മിക്കവാറും ദുബായ് അബുദാബിയാണ് ലാസ്റ്റ് സുദിനമാകാൻ ചാൻസ് ഉണ്ട്. ഇയാൾ നാളെയൊക്കെ ടിക്കറ്റ് എടുത്തിക്കണ്. ഞാൻ തീരുമാനമാക്കിയിട്ടില്ല. ഞങ്ങൾ ദുബായ് പോവാണ്. പർച്ചേസ് കാര്യങ്ങൾ കുറച്ച് പരിപാടികളുണ്ട് അബുദാബിയിൽ നിന്ന്. നൗഫിർ ബൈ ഈസ് കമ്മിങ്. പിന്നെ നമ്മളെ നെസ്ലെ കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡ് ഉണ്ട്. ഇന്ന് കാക്കാക്ക് ഷുഗർ പൊട്ടിക്കണ ദിവസമാണ്. ഹി വിൽ ബ്രേക്ക് ദ റൂൾ. ഇന്ന് ഷുഗർ കഴിക്കും. അപ്പോൾ അതിനു വേണ്ടി 300 എത്ര കാലറിയാ? 300 സംതിങ് കാലറി. 300 കാലറീസ്. 7.5 പ്രോട്ടീൻ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിന്ന് കാക്കാൻ്റെ മിൽക്ക് മെയ്ഡ് ടെസ്റ്റിംഗ് കൊണ്ടിട്ടാ വാ. അതാ ദുബായ്, മദീനത്തെ ദുബായ്. 135 അതാ കുതിക്കുകയാണ് മിസ്റ്റർ നൗഫീർ. നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡുകൾ. ക്യാമറ മസറാട്ടി. പിന്നെ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല. നാളെ പോണോ വേണ്ടയോ എന്ന് കൂലങ്കശകമായി ആലോചിച്ചിരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടി ഇതിപ്പോൾ മെസ്സേജൊക്കെ വരുന്നുണ്ട് ടിക്ടോക്കിൽ. ഏതൊരു കൊറിയൻ കമ്പനിയാണ് തോന്നുന്നുണ്ട്. വണ്ണ കൊളാബറേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പോകാൻ നേരത്തെ മൂട്ടിൽ തീ പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ എല്ലാം കൂടി വരുന്നത്. ആയതൊരു മാസമായി തുടങ്ങി തോന്നുന്നു. 2 മാസമൊക്കെ നിൽക്കണം. മിക്കവാറും കുറച്ച് നല്ല വർക്കുകളൊക്കെ കിട്ടണമെങ്കിൽ. ബട്ട് നിൽക്കണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുബായി പോയിട്ട് ഇന്നൊരു ആവശ്യമുണ്ട്. നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ വിടും. നോക്കട്ടെ, പോയി നോക്കാം. ഇതിപ്പോഴാ നമ്മളെ കണ്ടൻസ്ഡ് മിൽക്ക് അവിടെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒക്കെ ഉണ്ട് കേട്ടോ. ഒറ്റ വലിക്ക് കുടിക്കാനുള്ള സാധനമാണ്. എന്നാ കുറച്ച് ഗുളും ചങ്കിന്റെ ഉള്ളിൽ മൈക്കച്ചാൽ ആ സൗണ്ട് ഇട്ടാണ് ഗുളും എന്ന് പറയണ. പിന്നല്ല ചൊറുക്കിന്റെ കട്ട. പിന്നെ ഇതെവിടെ അഡിനോക്ക് കോഫി. ഇതാണ് ഉണ്ടർ ആർമർ. ഓക്കെ, ദിസ് ഈസ് ദ വൺ കാപ്പുച്ചിനോ ഐസ് ലാറ്റെ കാപ്പുച്ചിനോ. ആരാ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലടാ. എനിക്ക് പ്രഷറൊക്കെ ഉണ്ട്. അതുകൊണ്ട് കഴിക്കാനൊരു പേടി. 2 പ്രാവശ്യം ഫെയിലായതാണ് പ്രഷർ. ലൈസൻസ് റിന്യൂ ചെയ്യാനുള്ളതാണ്. അതായത് ഫസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ 217. പിറ്റേ ദിവസം വരാൻ പറഞ്ഞാൽ അന്ന് 180 118. അങ്ങനെ ഇപ്പോൾ 4 സൈഡ് ഗുളി കുടിക്കുകയാണ്. അത് ഇപ്പോൾ എൻ്റെ ലൈസൻസ് റിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രഷർ ആദ്യം നോർമലാക്കണം എന്നൊക്കെ പറഞ്ഞു. എന്തിനാണാവും ഇതേട്ടാ. മൈൻ ഐസ്ഡ് കാരമൽ ലാറ്റെ എത്തപ്പല്ല. ഇതേതാ കാപ്പുച്ചിനോ? പോട്ടെ. ഒരു ഫുഡ് കോർട്ടാണോ തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ ഷഹാമേ ബായിയെ ഏതാ അൽബൈക്കിൻ്റെ ഒക്കെ ഒരു ഔട്ട്ലെറ്റ് അതാ പുറത്ത് കാണുന്നത്. പ്രഷറൊക്കെ ആളുകൊണ്ട് ഞാൻ കഴിക്കണം വിചാരിച്ചു. ഇപ്പോൾ വേണ്ട, എനിക്ക് ആദ്യത്തെ ചെയ്യട്ടെ. അപ്പം എന്താ സംഭവിച്ചാലേ, ഒരു ലേഡി 36 വണ്ടി തുറക്കാൻ വയ്യ. അപ്പോൾ മുബൂജിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു. കണ്ടാ സഹായിച്ചു വരുന്നു മുബൂജി. അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഈ വണ്ടി ഇവിടെ നിർത്തിയിട്ടുകൊണ്ട് 36 ഡോർ തുറക്കാനുള്ള ഗ്യാപ്പില്ല. അങ്ങനെ ഏതൊരു പാവപ്പെട്ട ലടുക്കിയും സഹായം ചോദിച്ചാൽ കനിഞ്ഞു സഹായിക്കുന്ന നന്മയുള്ള ഹൃദയമുള്ള കോഫി ഉള്ളിലുണ്ട്. എന്തായി നിങ്ങളെ സുഹൃത്ത് പരമകാരുണികനും. നിങ്ങൾ ഫോട്ടോ എടുക്കണല്ലോ. പോഷെ ചെറിയ വണ്ടിയില്ല. അപ്പോൾ അത് ഔട്ട്ലെറ്റ് മാൾ ഇതാട്ടാ. ആ കാണുന്നതാണ് ഔട്ട്ലെറ്റ് മാൾ, ദുബായ് ഔട്ട്ലെറ്റ് മാൾ. കാക്ക കഴിഞ്ഞ ആഴ്ച നല്ല പർച്ചേസ് എടുത്തിട്ട് ഭയങ്കര ഓഫർ. അണ്ടർ ആർമറിൻ്റെ ഒക്കെ ഔട്ട്ലെറ്റ് മാളേ ഭയങ്കര ബ്രാൻഡ്സാണ്, വലിയ ബ്രാൻഡ്സാണ് ഫുള്ള്. നമുക്ക് വിഷയമല്ല, പൈസ പൊട്ടിച്ചിട്ട് പോകണമെന്ന് ഇവിടെ. അപ്പോൾ പർച്ചേസ് കഴിഞ്ഞു. പിന്നെ അടുത്തതിൻ്റെ ടെസ്റ്റിന് പോകണം. അതിന് മുന്നേ വിശക്കുണ്ട്. ഉച്ചായി
നല്ല വിശപ്പ് പറഞ്ഞാൽ രാവിലെ വല്ലാണ്ടൊന്നും കഴിച്ചിട്ടില്ല. സോ നിസ്കാരം പരിപാടി കഴിഞ്ഞിട്ട് നേരം മുങ്ങാം. അത് കിസൈസിലാണ്. കിസൈസ് കണ്ടാ എന്നാ വല്ലതും കാണുന്നുണ്ടോ? എത്രയാണ്? 78 കിലോനുള്ളിട്ട് ചങ്ങായി. കാറ്റടിച്ചാൽ പാറും. പ്രഷറും ഒക്കെ നോക്കണേ. ഏതായാലും എനിക്ക് ചെക്ക് ചെയ്യാൻ പോകണം. അപ്പം അതിനെ മുന്നേ ഉറപ്പ് വരുത്താൻ വേണ്ടി ഫാർമസിയിൽ എന്തിൻ്റെ ടെമ്പറേച്ചർ അതിലെ കാര്യമൊന്നുമില്ല, ചൂടനാണ്. എന്താ വാങ്ങി? അല്ല ഗ്രിൽ ചിക്കനും ചിക്കൻ പാവും. അത് ബർഗറല്ല, കളറൊക്കെ ലുലുവിനാട്ടാ. ലുലു വിശക്കുണ്ട്. ഇവിടെ അവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. സാൽമൺ കണ്ടിട്ട് കണ്ടിട്ട് പൂതിയുണ്ട് കേട്ടോ. കിട്ടി ഗൈസ്. എൻ്റെ 3-4 ദിവസത്തെ സെൽഫ് കൺട്രോളും പ്രയത്നവുമാണിത്. പ്രഷർ ഈ ഒരു സാധനത്തിനും വേണ്ടി ചില്ലറ ചുറ്റിച്ചലൊന്നല്ല ചുറ്റിച്ചത്. അങ്ങനെ കിട്ടി. ഇനി ലൈസൻസ് പുതുക്കാവുന്നതാണ്. അടുത്ത വരവിൽ നമ്മൾ ഏതൊക്കെ വണ്ടിയാണ്? ഫുള്ള് ലാൻഡ് ക്രൂയിസർ മറ്റേ സാധനങ്ങളൊക്കെ ഇട്ട് OTG വാഗൺ. അടുത്ത വരവില്ലേ? ശുഷ്കാന്തി ഇല്ലാത്ത ആർക്കും. മാർച്ചാ. ഇതാണ് വർക്കയിലുള്ള ഗസാനിയ ഹോട്ടൽ. ഇവിടെ നമ്മൾ കുറേ ക്ഷണിച്ചിട്ട് ഗസാനിയ. അങ്ങനെ ഗസാനിയയിൽ നിന്നും ഒരു ലോഡ് ഭക്ഷണം ബാക്കി പാർസലാക്കി ഞാൻ യാത്ര പറയുകയാണ്. മൈ ലാസ്റ്റ് നൈറ്റ് ഇൻ ദുബായ്. അബുദാബി പോകുന്നു, പാക്ക് ചെയ്യുന്നു, യാത്ര തിരിക്കുന്നു. അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. ഞാനും കാക്കിയും നാളെ പോട്ടാ എത്തിഹാദ് എയർവേസ്. അപ്പോൾ ഗൈസ് ജനുവരി 14 അല്ലേ ഞങ്ങളുടെ അബുദാബിയിലെ അബുദാബി അല്ല ദുബായ് ജീവിതത്തിലെ അവസാന ദിവസം. ഒന്ന് പോവട്ടോ. ഓ ഫെബ്രുവരി 14 വെഡിങ് ആനിവേഴ്സറി കേട്ടോ അക്കൻ്റെ. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ഇറങ്ങാനായി. ഇന്നൊരു മറ്റേ സാധനം ഉണ്ട്, എന്താ പറയുക, നമ്മളെ ഞങ്ങൾ 2 ദിവസമായി വാങ്ങിയിട്ട് മിൽക്ക് മെയ്ഡ്. കുറേ ദിവസമായി മിൽക്ക് മെയ്ഡ് ഒരു ഡബ്ബ കുടിക്കുന്ന പറയൽ തുടങ്ങിയിട്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഒരു ഡബ്ബല്ല 5ഒക്കെയാണ് കാക്കാൻ്റെ റെക്കോർഡ്. അപ്പോൾ അത് തൽക്കാലം ഒരു ഡബ്ബ കുടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഷുഗർ ഞങ്ങൾ 31-ാം തീയതി ആയിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നെ അന്നാ ന്യൂ ഇയറിൻ്റെ പൊട്ടും കാര്യങ്ങളായിട്ട് അന്ന് ബിസിയായി പോയി. അപ്പോൾ അത് കുടിക്കാൻ പോവാണ്. ഓക്കെ, അതിനുള്ള പരിപാടിയിലാണ്. യാത്രയൊക്കെ പറഞ്ഞിട്ടോ എല്ലാവരും. ഈ വണ്ടി ഇതിലേ 2 ദിവസമായിട്ടായി മിൽക്ക് മെയ്ഡ് വാങ്ങി വെച്ചിട്ട്. അത് എന്നും കുറച്ച് കണ്ട് കുടിക്കുക, അങ്ങോട്ട് കുടിക്കാറും, പിന്നെ സമയം പോവും. അത് കൂടിയിട്ട് ബാക്കിലാണ്. അപ്പോൾ ഇന്നതാണ്ട് കുടിച്ചിട്ട് നേരെ പോവും. അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. നെസ്റ്റിലെ മിൽക്ക് മെയ്ഡ്. ഇവിടെ നിന്ന് സമാധാനപരമായിട്ട് തലകറങ്ങി പോകും എൻ്റെ കുട്ടിയെ. ഇനി ഇന്ന് പോയിട്ട് പക്ക ഡേറ്റ് കൊടുക്കാനാ എന്തായാലും വേണ്ടില്ല. മിൽക്ക് മെയ്ഡ് കുടിക്കാൻ പോവാണ്. അത് നാട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ട് ഇന്ന് അബുദാബിയിൽ നിന്നാണ് നടക്കുന്നത്. ഒരു ഡബ്ബ നമ്മളെ റെക്കോർഡ് എത്ര ശരിക്ക്? 5 ഡബ്ബ നാട്ടിൽ നിന്ന് കുടിച്ചിക്കണ്. ഇത് ഞങ്ങൾ 31-ാം തീയതി പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ ന്യൂ ഇയറിൻ്റെ പൊട്ടും കലാസൊക്കെ ആയിട്ട് മധുരല്ലേ 300 എത്ര കലോറി 60 കുടിച്ചു നോക്കി. ഫുൾ ഡബ്ബ മധുരം കുടിക്കണം, ഇങ്ങനെ കുടിക്കണം. എൻ്റെ മോനെ കമോൺ. ഇത് പിന്നെ 5 ഡബ്ബ റെക്കോർഡുള്ള ആൾക്ക് ഇതൊന്നും ഒരു കാര്യത്തിൽപ്പെട്ട കാര്യമാവില്ല. ഇതെടുക്കാൻ കുടിക്കലുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കൊല്ലത്തെ ആദ്യത്തെ കട്ടമധുരം, ആദ്യത്തെ അവസാനത്ത്. ജനുവരി 14-ാം തീയതിയാണത് സംഭവിച്ച്. സ്പൂമാണോ? കിക്കായില്ല. ഇല്ല, 5 കുടിച്ചിട്ടൊന്നും പറ്റില്ല. ഓ സീൻ. ഓ അങ്ങനെ വായിക്കുന്നു വിളിച്ചാട്ടാ. ഓ അങ്ങനെ കണ്ടിട്ട് നിൽക്കണ എനിക്ക് കൊതിയാണ്. ഇത് മധുരം ഇല്ലടോ. ഇതെന്ത് സാധന?
ബീച്ച് നല്ല ഉണ്ട്. 300 ചില്ലം കലറില്ലേ? അതാ വരുന്നു. എൻ്റെ മോനെ കണ്ട് നിൽക്കണം. ഞങ്ങൾക്ക് രണ്ടാവും സെറ്റാ. കിക്കില്ലല്ലോ? അങ്ങോണോ? ഇല്ല, കിക്കില്ല. കിക്കോ? പൊട്ടാണ്ട്. ഓക്കെ അല്ല? ഇനി എമർജൻസി മെഡിക്കൽ ഓടും നാളെ കളിയൊക്കെ. മിൽക്ക് മെയ്ഡ് ചലഞ്ച് ആർക്ക് വേണമെങ്കിലും ഏറ്റെടുക്കാം. 5 ഡബ്ബയാണ് റെക്കോർഡ്. ഡയറ്റിലായതുകൊണ്ട് ഒരു ഡബ്ബയിൽ നിർത്തിയിട്ടാ. അപ്പോൾ ഇനി കിട്ടൂല. ഓക്കെ ബൈ. ഇത്രേ ഉള്ളൂ കേട്ടാ. ഡബ്ബ അങ്ങനെ തുടച്ച് വീട്ടുകാർ പോലും ചിലപ്പോൾ എടുക്കലുണ്ടാവില്ല. ഫുള്ള് ക്ലീന്. കൈയായിട്ടൊക്കെ തോണ്ടിക്കണ കീറി നോക്കിയാളെ. കണ്ടാ പരിക്കുകൾ. അവർക്ക് കാക്ക അങ്ങനെ എപ്പോഴും ഡയറ്റാണെന്നല്ല. പണ്ടത്തൊക്കെയാണ് അതിൻ്റെ ഒരു അവസ്ഥ. തിന്നാൻ വിചാരിച്ചാൽ തിന്നും, എന്നാ വേണ്ടാന്ന് വിചാരിച്ചാൽ വേണ്ട. ഇത്രേ ഉള്ളൂ. അതാ കൈ ചോരന്ന് മിൽക്ക് മേഡാ ഡബ്ബ 56% ഉള്ളു. വെക്കല്ല? അതിൽ കുറേ ഉണ്ടല്ലേ ട്രോളി സാധനങ്ങളിതാ. അങ്ങനെ ദുബായിക്ക് വിടാം. എന്നൊന്നും അറിയില്ല. ഉച്ചക്ക ഫ്ലൈറ്റ് 2:20 എത്തിയാത്. പോയി നഫീർ ഭായ് ഗുഡ് ബൈ. നഫീർ ഭായ് എവിടെ വരിക? ബാംഗ്ലൂർക്ക് വരില്ല. അപ്പോൾ ഓക്കെ. ശുക്രൻ ഗസീലൻ സായിദ് ഇന്റർനാഷണൽ എയർപോർട്ട്. അങ്ങനെ എയർപോർട്ടിലെത്തിയിട്ടാ. പരിപാടികളൊക്കെ കഴിഞ്ഞു. ചങ്ങായിമാരാണ് പർച്ചേസ്. നോക്കി എന്തെല്ലാം വാങ്ങി കൂട്ടിയിരിക്കണു. ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് പെർഫ്യൂം കൊണ്ട് വാങ്ങി കൂട്ടിക്കണം. 1000 ദിറംസിനങ്ങായി വാങ്ങിക്കണം. ഇപ്പോൾ ലുലു പോകാൻ നിൽക്കത്തെ. ലുലു ഓക്കെ. ഇത്രേ ഉള്ളൂ. ചെറുത് പോരെ? ശരി. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ വാടക കൊടുക്കുക. ഇത് സ്പ്രേ. അബുദാബി എയർപോർട്ട് അവിടെ ചെയ്യാ. ഡ്യൂട്ടി ഫ്രീ. അത് ജിമ്മക്ക് ഒന്നിച്ചാണ്. ജിമ്മക്കുള്ള മിഠായി ജിം. അങ്ങനെ എല്ലാ സംഗതികളും കഴിഞ്ഞു. മിഠായി വേറെ വാങ്ങി പോവുകയാണ്. അപ്പോൾ ഇനിയുള്ള വരവൊന്നും ഒരു ഐഡിയ ഇല്ലട്ടാ. മനസ്സോടെയാണ് നമ്മൾ പോണത്. ഞാൻ വരാം, നോക്കാം. നാട്ടിലും പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട്, കുറച്ച് പെൻഡിങ് പരിപാടികളുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. ഓക്കെ. D47 ആട്ടാ. പോല എത്തിയതിൽ ഉണ്ടാവോ എന്തോ. എത്തി ഹലോ. അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങൾ കാലിക്കൂത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. സമയം 8 മണി. ആശാൻ ആകെ ടെൻഷനിലാട്ടാ. 8 മണിയായി. എൻ്റെ പ്ലേറ്റൊക്കെ അരാച്ച. എൻ്റെ ലഗേജൊക്കെ കിട്ടി. ഒരാളെ പെട്ടി ഇപ്പോഴും വന്നിട്ടില്ല. എൻ്റെ എല്ലാം കിട്ടി. ആ ചോപ്പില്ലേ, അത് മന്നിയില്ലേ. പണി പാളി. വെയിറ്റിംഗ്. രണ്ടാമത് തൂക്കം കൂടിയിട്ട് റെഡിയാക്കിയ പെട്ടിയായിരുന്നു. അതിലാണ് ഫുൾ മുട്ടായികൾ കിടക്കുന്നത്. മുട്ടായി മാത്രമല്ല, ഡാമിലുള്ള പൊടി ഉണ്ടായില്ല, അതാണ് പ്രശ്നം. ഈ വந்தாച്ച് നമ്മളെ കൊണ്ടുപോകാൻ കൊയമു. ദിസ് ഈസ് മിസ്റ്റർ കൊയമു. ഒന്നും റെഡിയാക്കിയില്ലല്ലോ. ഒരു കൃത്യനിഷ്ഠമായ ജോബില്ല. എന്തോ സീറ്റ് മടക്കാത്തത് എന്താ നിങ്ങളെ കഥ? അതൊന്ന് തടി കുറഞ്ഞത് ലൂസ് കിട്ടാത്തത് എത്തത്. ഇങ്ങനെയാണെങ്കിൽ ജോർജിക്കനെ ഇട്ടാൽ മതി. എന്നിട്ട് തടി കുറഞ്ഞിരിക്കണേ. പരിപാടികൾ ഒഴിഞ്ഞ് പോയി കിടന്നുറങ്ങട്ടെ. ഭയങ്കര ക്ഷീണം. ഓക്കെ. ഇനി മുതൽ നാട്ടിലെ വിശേഷങ്ങൾ വൈബുണ്ട് വരും. അസ്സലാമ.